പഹൽഗാമിൽ 26 പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ഭീകര സംഘടനയായ ദി റെസിസ്റ്റന്റ് ഫ്രണ്ടിന്റെ തലവൻ ഷെയ്ഖ് സജ്ജാദ് ഗുൽ കേരളത്തിലെത്തിയിരുന്നതായി റിപ്പോർട്ട് ഗൗരവത്തിലെടുത്തു പോലീസ്. പഠന സമയത്താണ് ഇയാൾ കേരളത്തിലുണ്ടായിരുന്നതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് PTI റിപ്പോർട്ട് തയ്യാറാക്കി. ഈ സാഹചര്യത്തിൽ എവിടെയാണ് ഗുൽ പഠിച്ചതെന്ന് കണ്ടെത്താനാണ് ശ്രമം. പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിൽ കന്റോൺമെന്റ് ടൗണിൽ ലഷ്കർ-e-തോയ്ബയുടെ സഹായത്തോടെ ഒളിവിൽ കഴിയുകയാണ് ഗുൽ. സജ്ജാദ് അഹമ്മദ് ഷെയ്ഖ് എന്നും അറിയപ്പെടുന്ന ഇയാൾ 2020-നും 2024-നും ഇടയിൽ സെൻട്രൽ കാശ്മീരിലും തെക്കൻ കാശ്മീരിലും നടന്ന ഭീകരാക്രമണങ്ങളുടെ സൂത്രധാരനാണെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. ഇയാളുടെ ഒളിവ് കേന്ദ്രവും ഇന്ത്യൻ സേന ആക്രമിക്കാൻ സാധ്യത ഏറെയാണ്. ഗുലിന്റെ കൂടുതൽ വിശദാംശങ്ങൾ NIA-യിൽ നിന്നും കേരള പോലീസ് തേടും. മോദി സർക്കാർ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതോടെ TRFന്റെ പ്രവർത്തനം സജീവമായി. 2020 മുതൽ 2024 വരെ നിരവധി ആക്രമണങ്ങൾ ഇവർ ജമ്മു കാശ്മീരിൽ നടത്തി. കാശ്മീരികളല്ലാത്തവരെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നത് TRFന്റെ രീതിയായിരുന്നു. നിലവിൽ 50 വയസ്സുള്ള സജ്ജാദ് ഗൗളിനെ പിടികൂടാൻ ഇന്ത്യ അന്താരാഷ്ട്ര സമ്മർദ്ദം അടക്കം ചെലുത്തും. പഠനകാലത്താണ് ഗുൽ കേരളത്തിലെത്തുന്നത്. ശ്രീനഗറിലെ പഠനത്തിന് ശേഷം ബാംഗ്ലൂരുവിലാണ് ഗുൽ MBA പഠിച്ചത്. ശേഷം കേരളത്തിൽ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് ചെയ്തിരുന്നു. പഠനത്തിന് ശേഷം കാശ്മീരിലേക്ക് തിരിച്ചെത്തിയ ഗുൽ ലാബ് ആരംഭിക്കുകയും ഭീകര സംഘടനകൾക്ക് സഹായം ചെയ്തിരുന്നതായും റിപ്പോർട്ടിലുണ്ട്. ബോംബ് നിർമ്മാണ വൈവിധ്യത്തിന് വേണ്ടിയാണ് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചതെന്നും സൂചനയുണ്ട്. ഗുലിന്റെ സഹോദരൻ ശ്രീനഗറിലെ ശ്രീ മഹാരാജ ഹരി സിംഗ് ആശുപത്രിയിൽ ഡോക്ടറായിരുന്നു. പിന്നീട് ഭീകരവാദത്തിലേക്ക് കടന്നു ഇയാൾ. 1990-കളിൽ സൗദി അറേബ്യയിലും പാകിസ്ഥാനിലേക്കും താമസം മാറി. നിലവിൽ ഗൾഫ് രാജ്യങ്ങളിൽ പലായനം ചെയ്തവരിൽ നിന്നും ഭീകരവാദത്തിന് ധനസഹായം സമാഹരിക്കുന്നതാണ് ഇയാളുടെ ഉത്തരവാദിത്തം. ചേട്ടനേക്കാൾ വളർന്ന് ഗുൽ ലഷ്കറിന്റെ വിശ്വസ്തനായി. അങ്ങനെ TRFന്റെ തലവനുമായി. ഇയാൾക്ക് കേരളത്തിൽ അടുപ്പക്കാരുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. 2023-ൽ സെൻട്രൽ കാശ്മീരിൽ നടന്ന ഗ്രനേഡ് ആക്രമണം, അനന്ത്നാഗിലെ ബജ്ബെഹറിയിൽ ജമ്മു കാശ്മീർ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണം, ഗംഗീറിലെ ഗണ്ടർബലിലെ ഇസഡ് മോർ ടണൽ ആക്രമണം എന്നിവ ഗുലിന്റെ ആസൂത്രണത്തിൽ നടന്നവയാണ്. 2022-ൽ NIA ഭീകരനായി പ്രഖ്യാപിച്ചു. ഇയാളെ പിടിച്ചു കൊടുക്കുന്നവർക്ക് 10 ലക്ഷം ഇനാമും പ്രഖ്യാപിച്ചു. പഹൽഗാം ഭീകരാക്രമണം അന്വേഷണത്തിൽ ഗുലിലേക്ക് എത്തുന്ന ബന്ധങ്ങളും ചില ആശയവിനിമയങ്ങളും കണ്ടെത്തിയിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. പഹൽഗാം ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം നേരത്തെ TRF ഏറ്റെടുത്തിരുന്നു. 2002-ൽ ഭീകര സംഘടനകളുടെ ഓവർഗ്രൗണ്ട് വർക്കിനായി ജോലി ചെയ്യുന്നതിനിടെ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് 5 കിലോ RDXുമായി ഗുലിനെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഡൽഹിയിൽ സ്ഫോടനം നടത്താൻ ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനമായിരുന്നു ഗുൽ നടത്തിയതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. 2003 ഓഗസ്റ്റ് 7-ന് 10 വർഷത്തെ തടവിന് ശിക്ഷിച്ച ഗുൽ 2017-ലാണ് ജയിൽ മോചിതനായത്. പുറത്തിറങ്ങിയ ശേഷം പാകിസ്ഥാനിലേക്ക് പോയ ഗുലിനെ പാക് ചാര സംഘടനയായ ISI ആണ് TDFന്റെ നേതാവാക്കിയത്. 2019-ലെ പുൽവാല ഭീകരാക്രമണത്തിന് ശേഷം ലഷ്കർ-e-തോയ്ബ, ജെയ്ഷെ-മുഹമ്മദ് പോലെയുള്ള ഭീകര സംഘടനകളെ സ്പോൺസർ ചെയ്യുന്നതും സംരക്ഷിക്കുന്നതും പാകിസ്ഥാനാണെന്ന രാജ്യാന്തര തലത്തിൽ ചർച്ചയുണ്ടായിരുന്നു. ഇത് ഒഴിവാക്കാനുള്ള ISIയുടെ തന്ത്രമായിരുന്നു TRFന്റെ പിറവിക്ക് പിന്നിൽ. കേരളത്തിലെ പഠനത്തിന് ശേഷം ശ്രീനഗറിൽ തിരിച്ചെത്തിയ ഇയാൾ ഇവിടെ മെഡിക്കൽ ലാബ് തുറക്കുകയും ഇതിനോടൊപ്പം തീവ്രവാദികൾക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് തുടങ്ങുകയും ചെയ്തു. ISIയുടെ അതിവിശ്വസ്തനാണ് ഗുൽ. ഭീകരവാദികൾക്ക് സഹായം ചെയ്യുന്നതിനിടെ 2002-ൽ ഡൽഹി നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് RDXുമായി ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇന്ത്യക്ക് പുറത്ത് രൂപീകരിച്ച സംഘടനകൾക്ക് പകരം ഇന്ത്യക്കകത്ത് ഉള്ളവരെ ഉപയോഗിച്ച് ആക്രമണങ്ങൾ നടത്തുക എന്ന തന്ത്രമാണ് ISI നടപ്പിലാക്കിയത്. 2019-ലെ പുൽവാല ആക്രമണത്തിന് ശേഷമാണ് ഇത്തരമൊരു തന്ത്രം അവരെടുത്തത്. പുൽവാമയ്ക്ക് പിന്നാലെ ഭീകരവാദികളെ സംരക്ഷിക്കുന്നുവെന്ന രീതിയിൽ ആഗോളതലത്തിൽ ചർച്ചകൾ വരികയും ചെയ്തിരുന്നു. ഭാവിയിൽ അത് ഒഴിവാക്കാനുള്ള നീക്കമായിരുന്നു TRFലൂടെ ISI ലക്ഷ്യമിട്ടത്. അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും 9 ഭീകര ക്യാമ്പുകളിൽ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾക്ക് പിന്നാലെ ജമ്മു കാശ്മീരിൽ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിനായി കാശ്മീർ താഴ്വരയിലെ 10 ജില്ലകളിൽ കൺട്രോൾ റൂമുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശ്രീനഗറിലെ ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഓഫീസിലെ ജില്ലാ എമർജൻസി ഓപ്പറേഷൻ സെന്ററിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മൊത്തത്തിലുള്ള മേൽനോട്ടത്തിൽ ഒരു സംയുക്ത കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചതായി ഔദ്യോഗിക ഉത്തരവിൽ പറയുന്നുണ്ട്. കാശ്മീരിലെ എല്ലാ 10 ജില്ലകളിലും സമാനമായ കൺട്രോൾ റൂമുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ശ്രീനഗറിലെ കൺട്രോൾ റൂം 24 മണിക്കൂറും പ്രവർത്തിക്കും.
വിവിധ വകുപ്പുകൾ തമ്മിൽ ഏകോപിപ്പിക്കാനും സാഹചര്യങ്ങൾ വിലയിരുത്താനും വിവരങ്ങൾ തത്സമയം പങ്കുവയ്ക്കാനുമുള്ള ഒരു കേന്ദ്രീകൃത സംവിധാനമാണിത്. പൊതുജനങ്ങൾക്ക് പരാതികളും ആശങ്കകളും അറിയിക്കാനുള്ള വേദിയായും ഇത് പ്രവർത്തിക്കും. ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കുന്നതിനും അടിയന്തര സേവനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ആവശ്യമായ സഹായം ലഭ്യമാകുന്നതിനും ഈ കൺട്രോൾ റൂമുകൾ സഹായകമാകുമെന്ന് അധികൃതർ അറിയിച്ചു കഴിഞ്ഞു.